എല്ലാവരും ഉഴപ്പുന്നുണ്ട്, റിജക്റ്റായ പീസുകൾ കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കരുണാകരൻ എന്നെ വിളിച്ച ചീത്തയ്ക്ക് ഒരു കണക്കുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. ഓ, നീ ഇന്ന് വന്നല്ലോ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇന്നലെ നീ ഇല്ലാതെ ഇവരെ എല്ലാരെയും കൈകാര്യം ചെയ്ത് ഞാൻ മടുത്തു. പ്രിയചേട്ടൻ പാറുവിനെ കണ്ടോ? ഇതുവരെ എനിക്ക് അവളെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ മുഴുവൻ നീ അവളെ തെരഞ്ഞല്ലേ? എന്നിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? നീയും പാറുവും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? എടാ, അവളെ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ വേണോന്ന് വെച്ച് ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പാറുവിന് പ്രിയചേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. പാറുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കണ്ട. നീ ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചോ? എടാ, രാവിലെ തന്നെ അവളെ നേരിട്ട് കാണാൻ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയതാ. പക്ഷേ അവള് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരിക പോലും ചെയ്തില്ല. അമ്മ മാത്രം മുകളിൽ പോയി അവളോട് സംസാരിച്ചിട്ട് വന്നു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചതിന്റെ ക്ഷീണമാണെന്നൊക്കെ അമ്മ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല കാരണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ജോലിക്കും വരാതെ ആരുടെയും ഫോൺ എടുക്കാതെ അവൾ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ എന്താ ചെയ്യുന്നത്? പ്രശ്നം എന്താണെന്ന് നിന്നോട് തെളിച്ചു പറഞ്ഞാ നമുക്കെല്ലാവർക്കും അവളെ സഹായിക്കാം. പക്ഷേ പാറൊന്നും പറയില്ലെന്ന് വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ പറഞ്ഞ അതേ നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് ഞാനും. അവളെ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറക്കിയ പതുക്കെ സംസാരിച്ച് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ വിളിച്ച അവള് വരില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ കാർത്തിക്കിനെ പോയി കണ്ട് കുറച്ച് ദിവസം പാറുവിനെ അവന്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. കാർത്തിക് അത് സമ്മതിച്ചിട്ടുമുണ്ട്. ആഹാ, ആരത്? സാറിന് ഇന്ന് കമ്പനിയിലേക്കൊക്കെ എഴുന്നള്ളാനുള്ള സമയം കിട്ടിയോ? ഹോ, ഞങ്ങളുടെ കമ്പനി ധന്യമായി. അല്ല, എത്ര മണി വരെ നിൽക്കാനാണാവോ ഉദ്ദേശം? ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ഓർഡർ ചെയ്തു തീർക്കാനുള്ളപ്പോഴാ നീ മുങ്ങിയത്. പണ്ടായിരുന്നെങ്കിലേ ആരോടും ചോദിക്കാതെ നിന്റെ ചീട്ട് ഞാൻ അപ്പ തന്നെ കീറിയാണ്. പക്ഷെ കഷ്ടകാലത്തിന് ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്നത് കൈലാഷ് സാറാണോ? അതുകൊണ്ട് മാത്രമാ ഇപ്പോഴും നിനക്ക് ഈ ജോലിയുള്ളത്. ഇനി മേലാൽ എന്റെ ക്ഷമ പരീക്ഷിച്ച ആരൊക്കെ എതിർത്താലും നിന്നെ ഈ കമ്പനി ഞാൻ പുറത്താക്കും. അങ്ങനെ ഈ ജോലി പോവുകയാണെങ്കിൽ ഞാൻ പോട്ടേന്ന് വെക്കും സാർ. എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട്, അതിനുള്ള മനസ്സുണ്ട്. എന്നെ പോലുള്ളവർക്ക് എവിടെ പോയാലും ജോലി കിട്ടും. സാറ് വെറുതെ ജോലി കളയുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. സാർ, എന്താടോ? പ്രിയന് ഒരു വിസിറ്റർ ഉണ്ട് സാർ. ആരേട്ടാ? പാർവതിയുടെ അച്ഛനാ. അച്ഛാ. സുഖമാണോ മോനെ? സുഖമാണ് അച്ഛാ. അച്ഛൻ എപ്പോ വന്നു? പാറു എന്നോടൊന്നും പറഞ്ഞില്ലേ? ഇന്ന് വന്നതേ ഉള്ളൂ മോനെ. പാറിനോട് ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ഓ, അപ്പൊ അമ്മയും വന്നിട്ടുണ്ടോ? ആ, ലക്ഷ്മിയുടെ കല്യാണം ഞാൻ അടുത്തില്ലേ. നിങ്ങളെ എല്ലാവരെയും നേരിക്കണ്ട് ക്ഷണിക്കാതെ ഞാൻ വന്നത്. അപ്പോ ദേവകിക്കും പാറയോടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവളെയും കൂടെ കൂട്ടി. അവളിപ്പോ ഹോസ്റ്റലിലുണ്ട്. പാറുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. മോനെന്താ അങ്ങനെ ചോദിച്ചേ? ഏയ്, അസുഖം കാരണം ലീവ് എടുത്തിരിക്കായിരുന്നല്ലോ. അവള് ഓക്കെ അല്ലേന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോ അവക്കൊന്നിന്റെയും കുറവുണ്ടാവില്ല. മോനുള്ള ക്ഷണക്കത്ത് ഞാൻ ഇപ്പൊ തന്നെ തരാം. ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? ബന്ധുക്കളോ? എന്താ മോൻ പറഞ്ഞേ?
അല്ല, പ്രിയന് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ്. അവരുടെ വീട്ടില് എന്ത് ചടങ്ങുണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ ചടങ്ങ് പോലെ ഇവൻ മുന്നിൽ നിന്ന് നടത്തി തരും. ഉം. അല്ലേ പ്രിയ? അതെ 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 ഉം. അയ്യോ.